അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. ബൈ റോഡാണ് പോകുന്നത്. ഇപ്പോൾ അധികമൊന്നും സമയമായിട്ടില്ല. രാവിലെ 5:45 ഉള്ളൂ. ഞങ്ങൾ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നാട്ടിലാണെങ്കിൽ കുറേ ആയി പോയിട്ട്, ഇപ്പോൾ 1 വർഷത്തോളമായി. കൊറോണ കാരണം പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ മക്കൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് മെയ്യിൽ പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ കൊറോണ കാരണം പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് എവിടെയായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം. പിന്നെ ഹസ്ബൻഡ് ലീവിനെല്ലാം വന്നതുകൊണ്ടൊന്ന് പോയി വരാമെന്ന് കരുതി. ഞങ്ങളിപ്പോൾ വഴിയിൽ ഒന്ന് നിർത്തിയതാണ്. ഇപ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്തതാണ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇവിടെ നല്ല വ്യൂ ആണ്. അപ്പോൾ ഇതൊന്ന് ഫോട്ടോ എടുക്കാമെന്ന് കരുതി, വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കുറച്ച് സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അപ്പോൾ ഇതിൽ മൃഗങ്ങളെല്ലാം ഇതിൻ്റെ അടുത്തുകൂടെ വരുമെന്നാണ് കേൾക്കുന്നത്. വണ്ടിയുടെ അടുത്തുകൂടെ വന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ മാനും മയിലും എല്ലാം വരുന്നു ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ, വരുന്നുണ്ടോ നോക്കാം നമുക്ക്. ഇവിടെ ഇങ്ങനെ മാനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മാനുകൾ നിറയെ കേട്ടോ. ഇവിടെ നിറയെ ഉണ്ട്. ഗ്രൂപ്പായിട്ട് നിൽക്കണു ഇവർ. മാനെ നിറയെ അടുത്ത് കാണുന്നുണ്ട്. മാനെ ശരിക്കും അടുത്ത് വരുന്നുണ്ട്. ഇനി നോക്കാം നമുക്ക് അടുത്ത് വേറെ എന്താ കാണണമെന്ന് നോക്കാം. ഇനി വരാൻ പോണത് എന്താ നോക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ കർണാടകയും തമിഴ്നാടിൻ്റെയും ബോർഡറിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു. പിന്നെ ഇവിടെ ഇനി ഈ ഫോറസ്റ്റ് തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതാണ് മുതുമല എന്ന പേരിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലത്. ഈ ബന്ദിപ്പൂർ തന്നെയാണ്, പക്ഷേ മുതുമല എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി ഇവിടെയും ഒരുപാട് മൃഗങ്ങളെ കാണാറുണ്ടെന്ന് കേൾക്കുന്നു. നോക്കാം നമുക്ക് എന്തൊക്കെ കാണുമെന്ന് നോക്കാം. മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കുരങ്ങന്മാർ കണ്ടില്ലേ, നിറയെ കുരങ്ങന്മാരാണ്. നിറയെ വണ്ടിയുടെ ഒക്കെ അടുത്ത് കൂടെ വരുന്നുണ്ട് കുരങ്ങന്മാർ. അടുത്തത് മയിൽ. എന്ത് ഭംഗിയാ കാണാനും. മയിൽ ഇത്രയും അടുത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ വരാറുണ്ട്, പക്ഷെ ഇത്ര അടുത്ത് മയിലിനെ കാണാറില്ല. എന്താ അട്രാക്റ്റീവാണ് ഇതിൻ്റെ കളറെല്ലാം. അടുത്തടുത്ത് വരുന്നുണ്ട്. നമ്മുടെ സൗണ്ടൊന്നും കേട്ടിട്ട് ദൂരെ മാറിപ്പോകുന്നില്ല. പിന്നെയും അടുത്തേക്ക് വരിക തന്നെയാണ്. വണ്ടിയുടെ അടുത്തേക്ക് വരിക അവർ.
ഇതാ ഇവിടെ ഒരു റയറായിട്ടുള്ള ഒരു കാഴ്ച ഇതാ കാണുന്നു. ഇതാ ഒരു കരടി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഇത് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ റയറാണ്, നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റി. ഏതായാലും ഭാഗ്യമായിട്ട് കുറേ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കാണാൻ പറ്റി. പിന്നെ ഇതാ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയമാണ് തോന്നുന്നു. ഇതിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. വളരെ നല്ലൊരു കാഴ്ചയാണ് ഇത്. സൂവിൽ പോയാലും കൂടി ഇത്ര ഭംഗിയിൽ കാണാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ ഞങ്ങൾ നാടുകാണി ചുരത്തിൻ്റെ മുന്നേ ആയിട്ടുള്ള ഒരു ടീ ഗാർഡനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ടീ ഗാർഡൻ കണ്ടപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ നാടുകാണി ചുരം ഇറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ ചുരമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളെ വീടെത്താനായി. നിലമ്പൂർ സൈഡിൽ കൂടെയാണ് വന്നത് ഞങ്ങൾ. അപ്പോൾ ഇതാ ഞങ്ങളെ വീട് ഇവിടെ അടുത്തെത്തി. അപ്പോൾ ഇനി വീടെത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ്. വീട് ഇവിടെ എത്തി. ഇതാ ഈ കാണുന്നത് തന്നെയാണ് വീട്. ഇതാ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്.